പ്രിയ സുഹൃത്തുക്കളെ, ലിയോ ക്ലബ് എക്സ് എന്ന പരസ്പര സഹായ കൂട്ടായ്മയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നതിന് അതിൻ്റെ പദ്ധതി എന്തിനാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെ അംഗമാകാൻ കഴിയും ഇതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം. എൻ്റർപ്ലക്സ് ഡിജിറ്റൽ സൊല്യൂഷൻസ് LLP എന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് ലിയോ ക്ലബ് എക്സ് എന്ന ഈ പരസ്പര സഹായ കൂട്ടായ്മയ്ക്ക് പ്രവർത്തനത്തിന് ആവശ്യമായ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത്. ഇതിലൊരു അംഗത്വം നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇതൊക്കെ മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള അംഗത്വം എടുത്തിട്ടുള്ള 7 വ്യക്തികളെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യത്തെ ആൾക്ക് 100 രൂപയും, രണ്ടാമത്തെ ആൾക്ക് 200, മൂന്നാമത്തെ ആൾക്ക് 400, നാലാമത്തെ ആൾക്ക് 1000 രൂപ, അഞ്ചാമത്തെ ആൾക്ക് 2000 രൂപ, ആറാമത്തെ ആൾക്ക് 5000 രൂപ, ഏഴാമത്തെ ആൾക്ക് 10000 രൂപ എന്നിങ്ങനെ 18,700 രൂപ അവർക്ക് നൽകിക്കൊണ്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് രൂപീകരിച്ചിട്ടുള്ളത് തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, അല്ലെങ്കിൽ നിത്യവരുമാനത്തിൽ കടക്കണിയിലായവരെയും നിത്യവരുമാനം കുറവുള്ളവരെയും സാമ്പത്തികമായിട്ട് അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സാമൂഹ്യ നന്മയും കരുതി നമ്മളിതിൽ അംഗമാവുകയും എല്ലാവരും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം 18,800 എടുക്കാനില്ലാത്ത വ്യക്തികൾക്ക് 4,800 ഇതിൽ ജോയിൻ ചെയ്യാം. പിന്നീട് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുമ്പോൾ നമ്മൾ 7 പേരെ സഹായിക്കുന്നതിൽ അവസാനത്തത് 3 പേരാണ് ലീഡേഴ്സ് ആയതിനായിരിക്കും. 7 പേര് ലീഡേഴ്സ് തന്നെ. ഇതിൽ അവസാനത്തെ 3 വ്യക്തികൾ 2,000, 5,000, 10,000 കിട്ടിയ വ്യക്തിക്ക് തൽക്കാലം 1000 കൊടുത്തുകൊണ്ട് ബാക്കി ഒരു ലോൺ പോലെ അവിടെ ഇട്ടേക്കുക. നമുക്ക് ഇവിടെ നല്ലൊരു വരുമാനം കിട്ടുന്ന സമയത്ത് ബാക്കി കുറേശ്ശെ ചെറിയ ചില്ലറകളായിട്ട് അവർക്ക് കൊടുത്ത് 18,800 നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളെ 254 പേര്, പിന്നീട് ജോയിൻ ആകുന്ന 254 പേര് നിങ്ങളെ തിരിച്ച് സഹായിക്കും. ഈ 254 പേരും 7 പേരെ സഹായിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. 18,800 ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്, 4,800 ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരിൽ നിന്ന് കിട്ടുന്ന ഈ ധനമാണ് നമ്മുടെ ഈ ആളുകളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കമ്പനി ആകെ 100 രൂപ രജിസ്ട്രേഷൻ മാത്രം ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ. കമ്പനി ഈ ആപ്ലിക്കേഷൻ നമുക്ക് തന്നിട്ടുള്ള ഒരു റെൻ്റൽ വ്യവസ്ഥയിലാണ്. ഒരു യൂസർ ഫീ അതിന് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് 1 ലക്ഷം രൂപ ഇവിടെ നിന്ന് വരുമാനം ലഭിക്കുമ്പോൾ 1000 രൂപ യൂസർ ഫീ കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യക്തിക്ക്, ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് 15 ലക്ഷം രൂപയോളം ഇതിന് അർഹതയുണ്ട്. അപ്പോൾ ആ 15 ലക്ഷം രൂപയോളം ലഭിക്കുമ്പോൾ 15,000 രൂപ യൂസർ ഫീ ഇനത്തിൽ പോവുകയുള്ളൂ. ഇവിടെ എത്ര ID വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ അവകാശമുണ്ട്. അതിനുള്ള സമ്മതം കമ്പനി തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ രംഗത്തേക്ക്, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്